ഈ യാത്രയുടെ മര്യാദ എന്താണെന്ന് പഠിക്കണ്ടേ? നമ്മൾ എന്നും ചെയ്യുന്ന ഇബാദത്തല്ലേ ഇത്? ഇബാദത്താണ് കൂട്ടരെ. നമുക്കറിയില്ല. നമ്മൾ കയറി അങ്ങോട്ട് വണ്ടിയിൽ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കരുതുന്നത് എന്തോ അത്യാവശ്യത്തിന് പോകുന്നു, ഇതൊന്നും പടച്ചോൻ സ്വീകരിക്കുന്നില്ല. ഓരോ യാത്രയും അള്ളാഹു നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു ഇബാദത്ത് എടുക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ചുമ്മാതാണോ നമുക്ക് സ്വർഗം തരുന്നത്? നമ്മൾ ചെയ്യുന്ന യാത്ര പോലും ഇബാദത്താക്കി അതിന് അത്രയും പ്രതിഫലം അള്ളാഹു തരുന്ന വിശാല മനസ്സിന്റെ, വിശാല കാരുണ്യത്തിന്റെ ഒരു പ്രതീകമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ഏറ്റവും ലളിതമായ നൈരന്തര്യം നമ്മൾ ചെയ്യുന്ന ഒരു ആരാധനയാണ് യാത്ര. അതിന്റെ മര്യാദകൾ കൂടി നമ്മൾ പഠിക്കണം. അതിന്റെ മര്യാദ കൂടി പഠിക്കണം. ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഒരാളെ തിരിച്ചറിയുക. യാത്ര ചെയ്യുമ്പോഴാണ് ഒരാളെ തിരിച്ചറിയാൻ പറ്റുക, ഇല്ലേ? നിങ്ങളെ കരുതും ഇപ്പൊ ഞാൻ ഇപ്പൊ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നെ ക്ഷണിച്ചപ്പോ, ഞാൻ പിന്നെ ആ കുട്ടിയെ എന്ത് ചെയ്യണ്ട, സദസ്സിൽ വെച്ച് ഐബാക്കാൻ പാടില്ലല്ലോ. ഇല്ലെങ്കിൽ എന്നെ തങ്ങള് പോയപ്പോഴേ ഞാൻ സ്റ്റേജിൽ വന്ന് അൽഹംദുലില്ലാ അങ്ങ് തുടങ്ങിയേനെ. അത് ശരിയല്ലല്ലോ ഒരു സദസ്സിൽ വെച്ച്. ഇപ്പൊ ഇങ്ങനെയൊന്നും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണ്ട, പുകഴ്ത്തി ആരെയും സംസാരിക്കണ്ട. അതിന്റെ ആവശ്യമൊന്നുമില്ല. നവാസ് മന്നാനിയെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു, തങ്ങളെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അതാണ് അതിന്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത്. ഇല്ലാത്ത വിശേഷണങ്ങളൊന്നും കേട്ടണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ സദസ്സിലോട്ട് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വേണ്ടി ഞാനിപ്പോ ഇങ്ങോട്ട് എഴുന്നേക്കുമ്പോ നിങ്ങൾ കരുതും അള്ളാഹു ഇദ്ദേഹം വലിയ ഒരു പണ്ഡിതനാണ്, വലിയ ഒരു മനുഷ്യനാണ്, ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്നൊക്കെ നിങ്ങൾ എന്നെ പറ്റി മനസ്സിലാക്കും. എന്താ കാര്യം എന്നറിയോ? ഇന്ന് വരെ നിങ്ങളും ഞാനും തമ്മിൽ മൂന്നാലൊരു ബന്ധം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഞാനുമായിട്ട് 3 തരത്തിലുള്ള ബന്ധം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയില്ല. ഞാൻ നിങ്ങളെ പറ്റി പറയും, ഓരോരുത്തരെ പറ്റി പറയും. റഹ്മാനി എനിക്ക് പരിചയമില്ല. റഹ്മാനിയുടെ ഉസ്താദും എന്റെ ഉസ്താദും ഒന്നാണ്. ശൈഖുന അതിരാമ്പട്ടണം KT മമ്മിക്കുട്ടി ഹളറത്ത് തവ്വലല്ലാഹു ഉംറ മദ്ദല്ലാഹു ലില്ല. പക്ഷെ ഞാൻ റഹ്മാനി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇദ്ദേഹം ഒരുപാട് എന്നെ കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ക്ലോസ് ബന്ധം, ഇത്രയും പരസ്പരം അടുക്കുന്നത് ഇപ്പോഴാണ്. നേരത്തെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉസ്താദും എന്റെ ഉസ്താദും ഒന്നാണ്. ബഹുമാനപ്പെട്ട ശൈഖുന മൂസക്കുട്ടി ഹളറത്ത് തവ്വലല്ലാഹു ഉംറ മദ്ദല്ലാഹു ലില്ല, നന്ദി ദാറുസ്സലാമിന്റെ പ്രിൻസിപ്പളാണ്. പക്ഷേ ഞാൻ തങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഉസ്താദിന്റെ കീഴിൽ പഠിച്ചു എന്ന് കരുതിയിട്ട് ഒരു കാലക്കാരല്ലാത്തത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റൂല. എനിക്ക് റഹ്മാനിയെ പറ്റി എന്തറിയാം? ഒന്നും അറിയില്ല. റഹ്മാനിക്ക് എന്നെ പറ്റി എന്തറിയാം? ഒന്നും അറിയില്ല. അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാ അറിഞ്ഞൂടാ എന്ന് പറയും. എന്തുകൊണ്ട്? 3-4 കാര്യം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകും. അതേതാ 3 കാര്യങ്ങൾ എന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അതാ ഒരാൾ കടന്നു വരികയാ. അയാൾ വന്നിട്ട് മറ്റൊരാളെ പറ്റിയിട്ട് പുകഴ്ത്തി പറയുകയാണ്. അയാൾ അങ്ങനാണ് തങ്ങളെ, ഇങ്ങനാണ് തങ്ങളെ, നല്ലവനാണ് തങ്ങളെ, സാലിഹാണ് തങ്ങളെ, സൂഫിയാണ് തങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ മദ്ഹ് പറയുകയാണ്. വാനോളം ഇങ്ങനെ പുകഴ്ത്തുകയാണ്. വാക്കുകൾ പേമാരി പോലെ പെയ്തിറങ്ങുകയാണ്. വാക് സാമർത്ഥ്യത്തോടെ മറ്റൊരാളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? പൊന്നുമോനെ, നീ ഒരാളെ പറ്റി നീ പുകഴ്ത്തി പറഞ്ഞല്ലോ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അന്ത ജാറുഹു ഫീ മസ്കനിഹി, നിന്റെ വീടും അവന്റെ വീടും തമ്മിൽ അടുത്താണോ? അഥവാ നീ അവന്റെ അയൽവാസിയാണോ, അയൽക്കാരനാണോ? ഇയാള് പറഞ്ഞു, ലാലാ, അല്ല, എന്റെ അയൽക്കാരനല്ല അയാള്, അയാളുടെ അയൽവാസിയല്ല ഞാനും എന്ന് പറഞ്ഞു. രണ്ടാമത് മഹാനായ ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, ഒരു ദിവസമെങ്കിലും നീ അവനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഇടപാടുകൾ നീയും അവനും തമ്മിൽ നടന്നിട്ടുണ്ടോ? മഹാനായ ഉമർ തങ്ങളോട് അയാൾ പറഞ്ഞു, ഇല്ല തങ്ങളെ. മൂന്നാമത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അസാഫർത യൗമൻ മഅഹു, ഒരു ദിവസമെങ്കിലും അവനോടൊപ്പം നീ യാത്ര ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും അയാളോടൊപ്പം നീ യാത്ര ചെയ്തിട്ടുണ്ടോ? അയാളുമായിട്ട് നീ ട്രാവലിംഗ് ചെയ്തിട്ടുണ്ടോ?
ആ സമയത്ത് മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞു, ഇല്ല തങ്ങളെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ലഅല്ലക റഅയ്തഹു ഫിൽ മസ്ജിദ് ഖായിമൻ വഖാഇദാ. നീ അയാളെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? നീ നോക്കുമ്പോഴെല്ലാം പള്ളിയിൽ അയാൾ നിസ്കാരത്തിലാണല്ലേ, അയാൾ എപ്പോഴും പള്ളിയിൽ വരുന്ന ആളാണല്ലേ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതേ തങ്ങളെ, ഞാൻ നോക്കുമ്പോഴൊക്കെ മൂപ്പര് പള്ളിയിലുണ്ട്. അയാൾ എപ്പോഴും നിസ്കാരത്തിലാണ്, ഓതലിലാണ്, തസ്ബീഹിലാണ്, തിലാവത്തിലാണ്, ഖിറാഅത്തിലാണ്. മഹാനായ ഉമർ തങ്ങൾ പറയുകയാണ്, ഇദ്ഹബ് ഫഅംദലാ തഅരിഫുഹു. പോടാ, നിനക്കവനെ തിരിഞ്ഞിട്ടില്ല, നിനക്കവനെ മനസ്സിലായിട്ടില്ല, നിനക്കവനെ ഒരു ചുക്കുമറിയില്ലടാ. എന്തുകൊണ്ടെന്നറിയോ? പള്ളിയിൽ നിസ്കാരത്തിന് വരുന്ന ഒരാളെ പറ്റി നല്ലവനാണെന്ന് നീ വിധി എഴുതരുത്. പറക്കാട് പള്ളിയിൽ കൃത്യമായി വഖത്തുകളിൽ നിസ്കാരത്തിന് വരുന്ന ഒരാള് നല്ലവനാണെന്ന് നീ വിധി എഴുതരുത്. അയാൾ ജമാഅത്തുകളിൽ കൃത്യമായി വരുന്നവനാണ്, അതുകൊണ്ട് നല്ലവനാണെന്ന് നീ വിധി എഴുതരുത്. അവനുമായിട്ട് നിനക്ക് 3 ബന്ധമുണ്ടാകണം, എങ്കിലേ നിനക്ക് തിരിച്ചറിയാൻ പറ്റൂ. അതിൽ ഒന്നാമത്തേത്, ഒന്നുകിൽ നീ അവന്റെ അയൽവാസിയായിരിക്കണം, എന്നാൽ അവന്റെ സ്വഭാവം നന്നായിട്ട് നിനക്ക് മനസ്സിലാകും. അല്ലെങ്കിലോ ഒരു ദിവസം ഏതെങ്കിലും തരത്തിൽ നീ അവനുമായിട്ടൊരു സാമ്പത്തിക ബന്ധമുണ്ടായിരിക്കണം, അപ്പോഴും നിനക്ക് അവനെ തിരിച്ചറിയാ. അതുമല്ലെങ്കിലോ ഒരു ദിവസം ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിലെങ്കിലും അവനുമായിട്ട് നീ ഒരു യാത്ര ചെയ്തിട്ടുണ്ടാകണം, എന്നാൽ നിനക്ക് അവനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, മഹാനായ പ്രവാചകനെ ജീവിതത്തിൽ മാരനായി, പ്രവാചകനെ വരനായി, പ്രവാചകനെ ഭർത്താവായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുലീനയായ, സമ്പന്നയായ, ഏറ്റവും വലിയ ബുദ്ധിമതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തതെന്തെന്നറിയോ? 45-40 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 25 വയസ്സുകാരനായ മുത്തളി മുഹമ്മദ് മുസ്തഫ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ആട്ടിൻ പറ്റങ്ങളെ മേച്ചുകൊണ്ട് മലമടക്കുകളിലൂടെ നടന്നു നീങ്ങിയിട്ട് അറാക്ക് മരത്തിന്റെ ചുവന്ന കായ്ക്കനികൾ പറിച്ചു തിന്ന ലോകത്തിന്റെ ജേതാവേ നബി മുഹമ്മദ് മുസ്തഫ അരവയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആരാന്റെ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഗോതമ്പ് കഞ്ഞി കുടിച്ച് ജീവിതത്തിന്റെ 25 വർഷക്കാലം തള്ളി നീക്കിയ ലോകത്തിന്റെ ജേതാവേ നബി മുഹമ്മദ് മുസ്തഫ സമ്പന്നതയുടെ മടിത്തട്ടിലായിരുന്നില്ല, ഏറ്റവും വലിയ സ്വർണക്കരണ്ടിയുമായിട്ട് ജനിച്ചവനായിരുന്നില്ലല്ലോ, യതീമായി പിറന്ന ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ ലോകം കണ്ട ഏറ്റവും വലിയ ദരിദ്രനായ പ്രവാചകനെ നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുമ്പോ സമ്പന്നയായ, കുലീനയായ, ബുദ്ധിമതിയായ, ലോകത്തെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധിയിൽ ആറാടിയിരുന്ന ഖുവൈലിദിന്റെ മകള്, മക്കയുടെ റാണിയായ ഖദീജ മഹാനായ മുഹമ്മദ് മുസ്തഫയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാ. അന്ന് പ്രവാചകത്വം കിട്ടിയിട്ടില്ല, അന്ന് നബുവത്തും റിസാലത്തും കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, 25 വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന റസൂലുള്ളാഹിയെ തന്റെ മാരനാക്കാ ഖദീജ ബീവി എടുത്ത ആദ്യത്തെ നിലപാട് എന്തെന്നറിയോ? ഷാമിലേക്ക് കച്ചവട ചരക്കുകളുമായിട്ട് ആളുകൾ പോവുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത അൽ അമീനായ, അസാദിഖായ, സത്യസന്ധനായ, ചതിയില്ലാത്ത, കളവില്ലാത്ത, വഞ്ചനയില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹിയെ ഖദീജ റളിയല്ലാഹു അൻഹ കൂലിക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ മൈസറത്ത് എന്ന് പറയുന്ന വേലക്കാരനെ, അടിമയെ കൂടെ വിടുകയാണ്. എന്നിട്ട് ഷാമിലേക്ക് കച്ചവട സാധനങ്ങളുമായി മുഹമ്മദ് റസൂലുള്ളാഹി പോയി. മൈസറത്ത് എന്ന വേലക്കാരൻ കൂടെയുണ്ട്. തിരിച്ചു വരുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആരോടാണ്? മൈസറത്തിനോട്. മൈസറത്തെ, മുഹമ്മദിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? മുഹമ്മദ് നല്ലവനാണ്, മേഘം തണലിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു ഖദീജ. ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടു യാത്രയില്. ഇത്ര വലിയ സത്യസന്ധന ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നല്ല, ഏറ്റവും നല്ല ഉദാത്ത സ്വഭാവത്തിന്റെ ഉടമയെ ഞാൻ കണ്ടിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നാൽ എന്റെ ജീവിതത്തിന്റെ മാരനായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ.
എന്തായാലും ഇൻഷാ അല്ലാഹ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് വഅള് പറയണം. പ്രതികൂല സാഹചര്യങ്ങളിൽ ഇബാദത്ത് എടുക്കുന്നവനാണ് കൂടുതൽ പ്രതിഫലം കിട്ടുക. പ്രതികൂല സാഹചര്യത്തിൽ ഇബാദത്ത് എടുക്കണം. മലക്കുകളെക്കാൾ മനുഷ്യർ ശ്രേഷ്ഠരാണ്. എന്താ കാര്യം എന്നറിയോ? ഇങ്ങോട്ട് നോക്കി. മനുഷ്യർ മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. കാരണം മലക്കുകളുടെ ലോകത്തിൽ കള്ളില്ല, വ്യഭിചാരശാലയില്ല, മദ്യഷാപ്പില്ല, അതുപോലെ തന്നെ കഞ്ചാവില്ല, അതുപോലെ തന്നെ മറ്റ് യാതൊന്നും മലക്കുകളുടെ ലോകത്തിലില്ല. ഇതൊക്കെ ഉള്ളത് മനുഷ്യന്റെ ലോകത്തിലാണ്. മലക്കുകൾ ഇബാദത്ത് എടുക്കുന്നത് അനുകൂല സാഹചര്യത്തിലാണ്, നമ്മൾ പ്രതികൂല സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൂലിയും മഹത്വവും അള്ളാഹു തന്നിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് വഅള് കേൾക്കണം, അവർക്കാണ് കൂടുതൽ കൂലി ഉണ്ടാവുക. പ്രതികൂല സാഹചര്യങ്ങളിൽ ഇബാദത്ത് എടുക്കാൻ നമുക്ക് കഴിയണം. ധർമ്മം ചെയ്യേണ്ടത് എപ്പോഴാണ്? ഏറ്റവും നല്ല ധർമ്മത്തിന് കൂലി കിട്ടുന്നത് സാമ്പത്തികമായി നമ്മൾ ആവശ്യക്കാരാകുന്ന സമയത്ത്, നമ്മുടെ കഷ്ടപ്പാടിന്റെ സമയത്ത് നമ്മൾ കൊടുക്കുന്ന സദഖയ്ക്കാണ് കൂടുതൽ കൂലി ഉണ്ടാവുക. അതുകൊണ്ട് പ്രതികൂല കാലാവസ്ഥയിൽ ഇബാദത്ത് എടുക്കണം. അൽഹംദുലില്ലാഹ്, ഈ അവസ്ഥയിൽ നിങ്ങൾ വഅള് കേട്ട് ദുആ കഴിഞ്ഞ് നിങ്ങൾ പോയാൽ നല്ല പ്രതിഫലം അല്ലാഹു ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് തരും, എനിക്കും തരും, ഇതിന്റെ സംഘാടകരും. ഈ മക്കളൊക്കെ നനഞ്ഞ് ഒരുപാട് നനഞ്ഞിരിക്കുകയാണ്. അവരൊക്കെ അല്ലാഹു ആപത്തുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പനിയും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുത്താതെ നമ്മുടെ ഈ ചെറുപ്പക്കാരെ, നല്ല മക്കളാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വരുന്ന ഒരാളെയും നനയാതെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത ഇതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഴ പെയ്യിപ്പിച്ചതിന്റെ ഒരു കാരുണ്യമാണ്. കാരണം ഇവരാദ്യം ഈ പന്തൽ ഉദ്ദേശിച്ചിരുന്നില്ല. വളവരത്തെ പരിപാടിക്ക് വരുമ്പോൾ മഴ പെയ്തത് കൊണ്ട് പന്തലിടാമെന്ന് കരുതി. ഇന്നലെ ഇന്നും നാളെ മഴ പെയ്തില്ലെങ്കിൽ അവർ ചിന്തിക്കുക, അല്ലാഹ് വെറുതെ ഇട്ടല്ലോ പന്തല്, അപ്പൊ അത് വരണ്ട, നിങ്ങൾക്ക് കാര്യമുണ്ട് ഇട്ടതിന് എന്ന് പറയാൻ വേണ്ടി അള്ളാഹു മഴ തന്നതാ. ഏതായിരുന്നാലും പന്തല് കെട്ടിയതിന് ഫലം ഉണ്ടായി. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയത്, നബി തങ്ങളെ മനസ്സിലാക്കിയത് എപ്പോഴാണ്? യാത്ര ചെയ്യിപ്പിച്ചപ്പോഴാണ്. അപ്പൊ ഒരാളെ യാത്രയിൽ മനസ്സിലാക്കാൻ കഴിയും. നിസ്കാരത്തിൽ ആനുകൂല്യമുണ്ട്. 4 2 നിസ്കരിച്ചാൽ മതി. 4 2 നിസ്കരിച്ചാൽ മതി. 2 സമയത്ത് നിസ്കാരം കൂടി 1 സമയത്ത് നിസ്കരിച്ചാൽ മതി. വെള്ളം കിട്ടിയില്ലെങ്കിൽ ടൈമൻ ചെയ്താൽ മതി. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അവന് നിർബന്ധമില്ല. യാത്ര ചെയ്യുന്നുവെങ്കിൽ നോമ്പ് കാലത്ത് യാത്ര ചെയ്യുമ്പോൾ അവന് നോമ്പ് നിർബന്ധമില്ല. നോമ്പ് നീ പിന്നീട് പിടിച്ച് വീട്ടിയാൽ മതി. നിസ്കാരത്തിനും ഒളൂഇനും നോമ്പിനുമൊക്കെ ആനുകൂല്യം തന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രാർത്ഥനകൾ പോലും സ്വീകരിച്ച് എല്ലാ നിലയിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് യാത്ര എന്ന് പറയുന്ന നിരന്തരം നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയെ ഒരു ഇബാദത്തായി നമ്മുടെ മുന്നിൽ അല്ലാഹു തആല അനുവദിച്ചു തരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ എന്തു വേണം? ഒന്നാമതായിട്ട് കേട്ടോളി, യാത്ര ചെയ്യുമ്പോൾ അതിന് കൂലി ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹ് പറയുകയാണ്, യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരാ, 1.5 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയും ബൈക്ക് വാങ്ങിയിട്ട് വാപ്പയോട് പിണങ്ങിയിട്ട് വാപ്പയോട് വഴക്കിട്ടുകൊണ്ട് ഉമ്മയോട് വഴക്കിട്ടുകൊണ്ട് ഉമ്മയും വാപ്പയും ലോൺ എടുത്ത് വാങ്ങിത്തന്ന ബൈക്ക് എടുത്ത് നീ വെച്ചുകൊണ്ട് റോട്ടിലൂടെ പോകുമ്പോ ഇടതുഭാഗത്തും വലതുഭാഗത്തും ഒരു ബോർഡ് കാണാം. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അമിതവേഗത അലങ്കാരമല്ല അഹങ്കാരമാ. അമിതവേഗത അലങ്കാരമല്ല അഹങ്കാരമാ. സഹോദരങ്ങളെ, ഒന്നാമതായി ഖുർആൻ നമ്മളോട് പറയുന്ന ഇബാദത്തുകളായി അല്ലാഹു എണ്ണിയിട്ടുള്ള യാത്ര എന്ന് പറയുന്ന നിരന്തരം നമ്മൾ ചെയ്യുന്ന ആരാധനയുണ്ടല്ലോ. നമസ്കാരത്തിൽ ഇളവ് തന്ന, നോമ്പിന് ഇളവ് തന്ന, ഒളുവിന് പോലും ഇളവ് തന്ന, നമ്മുടെ പ്രാർത്ഥനകൾ പോലും സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്ന യാത്ര എന്ന് പറയുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ ചെയ്യുന്ന യാത്രയുണ്ടല്ലോ. ആ യാത്ര ഇബാദത്താകണോ? ആ ഇബാദത്തായ യാത്രയായി നമ്മുടെ യാത്രകൾ മാറണോ? അതിൽ ഒന്നാമതായി നമ്മൾ പാലിക്കേണ്ടത് എന്തെന്നറിയോ? സൂറത്തുൽ ഇസ്രാ 37-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുകയാ, വലാ തംശി ഫിൽ അർളി മറഹാ.
അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കല്ലേ ചെറുപ്പക്കാരാ, അഹങ്കാരത്തോടെ നടന്നു പോകല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ. ഇന്നകലന തഹ്രിഖൽ അർള വലന തബ്ലുഗൽ ജിബാല തൂലാ. ഉയർന്നാൽ പർവ്വതത്തോളം ഉയരാൻ നിനക്ക് കഴിയൂലടാ. വലം തബ്ലുഗൽ ജിബാല തൂലാ, പർവ്വതത്തോളം ഉയർന്ന് പറക്കാൻ നിനക്ക് കഴിയൂല മോനെ. ഈ ഭൂമിയെ പിളർത്താൻ നിനക്ക് കഴിയില്ലടാ. നിന്റെ പോക്ക് കണ്ടാ, ചില ആളുകളുടെ യാത്ര കണ്ടാ നമ്മൾ മനസ്സിലാക്കുമല്ലോ, ഇവന് പോകുന്നത് എവിടേക്കാണ്? ഭൂമി വിണ്ടു കീറാനാണോ? അതല്ല ഇവന് പറന്ന് പർവ്വതത്തിന്റെ മുകളിൽ കയറാനാണോ? അഹങ്കാരത്തോടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, ന്യൂ ജനറേഷന്റെ മക്കളോട് അടിവരയിടുകയാ, ആണുങ്ങളോട് പെണ്ണുങ്ങളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ കാണാ, വലാ തംശി ഫിൽ അർളി മറഹാ. നീ അഹങ്കാരത്തോടെ യാത്ര ചെയ്യല്ലേ. നമുക്ക് മാതൃക ആരാണ് യാത്ര ചെയ്യുന്നതില്? നമ്മുടെ മാതൃക ആരാ? എല്ലാത്തിലും നമ്മുടെ മാതൃകയായ, എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് മാതൃകയായ നമ്മുടെ മാതൃക പുരുഷനാരാ? എങ്ങനെ നമ്മൾ നടക്കണം, എങ്ങനെ നമ്മൾ ഓടണം, എങ്ങനെ നമ്മൾ ചിരിക്കണം, എങ്ങനെ നമ്മൾ കരയണം, എങ്ങനെ പിന്നണം, എങ്ങനെ കൊടുക്കണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഉണരണം, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, നടക്കേണ്ടത്, ചിരിക്കേണ്ടതെന്നെല്ലാം പഠിപ്പിച്ച നമ്മുടെ എല്ലാമായ ലോകത്തിന്റെ മുത്തേ മദീനയുടെ രാജാവേ, നമ്മുടെ ഖൽബിന്റെ ജേതാവേ, റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ. അവിടെ നടന്ന രീതി എങ്ങനെയാണെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ ജീവിതം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ ദൈനംദിന ജീവിതത്തെ വരച്ചു കാണിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ശമായിലു തുർമുദി പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്നത് എങ്ങനെയെന്നറിയോ? ഇന്നത്തെ ഈ രാത്രിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാനാണടാ എല്ലാം തികഞ്ഞവനെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നടക്കലല്ല. എന്നെ പോലെ സൗന്ദര്യമുള്ള പെണ്ണ് പാലക്കാട് ജില്ലയിലില്ല, പറക്കാടില്ല, പട്ടാമ്പിയിലില്ലെന്ന് പറഞ്ഞ് നടക്കല്ല പെണ്ണ്. എങ്ങനെയാണ് നടക്കേണ്ടതെന്നറിയോ? തിരുനബിന് നടന്നത് എങ്ങനെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുന്നത് എങ്ങനെയാ? ചരിത്രത്തിൽ കാണാ, ഒരു മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളിനെ പോലെയാണ് റസൂലുള്ള നടക്കുന്നത്. ഒരു കുന്നിൻ പ്രദേശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരാളെങ്ങനാ ഇറങ്ങി വരിക? അയാൾ വീണു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, അയാൾ കാല് തെറ്റിയിട്ട് വീണു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മുന്നിലേക്ക് ശരീരത്തിന്റെ ഭാഗങ്ങൾ മുന്നിലേക്ക് ചായച്ചുകൊണ്ടല്ലേ നടന്നു വരുന്നത്. അല്ലാതെ കുന്നിന്റെ പുറത്ത് നിന്ന് ഇറങ്ങി വരുന്നവന് നെഞ്ചും പിരിച്ചു വരില്ല, മസിലും പിടിച്ചവന് വരാറില്ല. അവന് വരുന്നത് വീണു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വരുന്നവനെ പോലെയാണ് വരിക. അങ്ങനെയാണ് മുസ്ലിമേ റസൂലുള്ളാഹി നടക്കുന്നത്. നമുക്ക് മാതൃക അള്ളാന്റെ ഹബീബാണെങ്കിൽ നടത്തത്തിൽ നമുക്കൊരു മാതൃകയുണ്ട്. അത് നമ്മുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ അഹങ്കരിക്കുന്നത്? അഹങ്കരിക്കാൻ എന്താണുള്ളത്? പറക്കാടുകാരാ, എന്റെ പട്ടാമ്പിക്കാരാ, അഹങ്കരിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? ഒരു മനുഷ്യൻ അഹങ്കാരത്തോടെ വേഷഭൂഷാദികളോടെ ഒരു മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ അയാളെ വിളിച്ചിട്ട് മഹാനായ ഒരു സൂഫിയായ പണ്ഡിതൻ പറഞ്ഞു അത്രേ, നീ അഹങ്കരിക്കരുതടാ, നിന്റെ നടത്തത്തിലെ മിതത്വം പാലിക്കുക, നീ അഹങ്കരിക്കാതെ നടക്കണമെന്നവനോട് പറഞ്ഞപ്പോ അവന്റെ മറുപടി എന്തെന്നറിയോ? അഹങ്കരിക്കാൻ എനിക്ക് ഉണ്ടായിട്ടാണ് ഞാൻ അഹങ്കരിക്കുന്നത്. എനിക്ക് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, പ്രൗഢിയുണ്ട്, പത്രാസുണ്ട്, പ്രസിദ്ധിയുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം എനിക്കുണ്ട്, പിന്നെ ഞാൻ എന്തുകൊണ്ട് അഹങ്കരിച്ചുകൂടാ? ആ സമയത്ത് ആ മഹാൻ പറഞ്ഞത് എന്തെന്നറിയോ? നിനക്കൊന്നുമില്ല മോനെ. ആ സമയത്ത് അവൻ ചോദിച്ചു, ഞാൻ ആരാണെന്നറിയോടാ? ആ സമയത്ത് സൂഫിയായ പണ്ഡിതൻ അവനോട് പറഞ്ഞത് എന്തെന്നറിയോ? അറിയാടാ നീ ആരെന്ന്? ആദ്യം ഒട്ടിപ്പിടിക്കുന്ന ഒരു രേതസ്കണമാണ്. തുണിയിലോ മുണ്ടിലോ പറ്റിയാൽ പെട്ടെന്ന് വെള്ളമൊഴിച്ച് വാഷ് ചെയ്യുന്ന ഒരു ബീജത്തുള്ളി, അത് ദുർഗന്ധമാണ്. ആ ബീജത്തുള്ളി പെട്ടെന്ന് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ കഴുകലാണല്ലോ ചെയ്യുക. ആദ്യം നീ ഒരു തുള്ളി ബീജമാണ്, രേതസ്കണമാണ്. ഏറ്റവും ഒടുവിൽ നീ ആരാണെന്നറിയോ? ചീഞ്ഞു നാറുന്ന ശവമാണ്. നീ മരണപ്പെട്ട് കഴിഞ്ഞാലും മണിക്കൂറുകൾ കഴിഞ്ഞാൽ പിന്നെ നിന്റെ ദ്വാരങ്ങളിൽ നിന്ന് ദുർഗന്ധമാ വരിക. നിന്റെ ശരീരം അതാ ചീഞ്ഞു നാറ
നാറാൻ തുടങ്ങുകയാ. നിന്റെ മയ്യത്ത് കബറടക്കാതെ പ്രിയപ്പെട്ടവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ നിന്ന് പോലും കാണാൻ പറ്റുന്ന ഈ ഇന്ത്യ രാജ്യത്തിന്റെ തലയെടുപ്പോടെ നിൽക്കുന്ന മനോഹരമായ മാർബിൾ കൊട്ടാരമാകുന്ന താജ്മഹൽ ഉണ്ടാവൂല. തന്റെ പ്രാണപ്രയസിക്ക് വേണ്ടിയിട്ട് ഭർത്താവ് ഉണ്ടാക്കിയ താജ്മഹല് തന്റെ പ്രിയപ്പെട്ടവളെ ഓർക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിച്ചിരുന്നാ പോരെ? പറ്റില്ല. കാരണം മിനിറ്റുകൾ കഴിഞ്ഞാലും മണിക്കൂറുകളൊക്കെ വഴിമാറുമ്പോ ഭാര്യ പോലും ചോദിക്കും, മയ്യത്തെടുക്കുന്നില്ലേ? ഇന്നലെ വരെ നീയില്ലാതെ അവള് ഉറങ്ങിയിട്ടില്ല, നീയില്ലാതെ അവള് ഉറങ്ങിയിട്ടില്ല, നടന്നിട്ടില്ല, സഞ്ചരിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ആ ഭാര്യ പറയുകയാണ്, മയ്യത്തെടുക്കുന്നില്ലേ? കാരണം പ്രിയപ്പെട്ടവൾക്കറിയാം ഇനി ഇരുന്നാല് കെട്ടിയോ നാറാൻ തുടങ്ങുമെന്ന്. അതേ നാറ്റം പിടിച്ച ശവമാ. ആദ്യം ഒരു തുള്ളി ബീജമാണ്, അത് ദുർഗന്ധമാണ്. ഒടുവിൽ പിന്നെ ചീഞ്ഞു നാറുന്ന ശവമാണ്, ഡെഡ് ബോഡിയാണ്. ഇതിനിടയിൽ പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ? ഇതിനിടയിൽ എന്താ ഉള്ളതെന്നറിയോ? പൊട്ടാ നീ മുൻതുള്ളി പിൻചോര കട്ടാ, പിന്നീട് കാട്ടം ചുമന്നോരോ കൊട്ട. പൊട്ടാ നീ മുൻതുള്ളി പിൻചോര കട്ടാ, പിന്നീട് കാട്ടം ചുമന്നോരോ കൊട്ട. സഹോദരങ്ങളെ, മനുഷ്യന് ഇത്രേ ഉള്ളൂ. ഈ മനുഷ്യന് എന്താ അഹങ്കരിക്കാനിരിക്കുന്നത്? ആദ്യം ഒരു തുള്ളി ബീജമാണ്, പിന്നീട് ശവമാണ്. ഇതിനിടയിലോ നീ മലവണ്ടിയാണ്. മനസ്സിലായ? മലവണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായ? മലവണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? മലവും ചുമന്നുണ്ടല്ലേ നടക്കുന്ന നമ്മള്. ടിപ് ടോപ്പ് ആയിട്ട് റോഡിൽ ഇങ്ങനെ നിൽക്കുക, ഷൈൻ ചെയ്തിട്ട്, ലിപ്സ്റ്റിക് വരട്ടിയിട്ടുണ്ട്, ഐലിനർ വരച്ചിട്ടുണ്ട്, ക്യൂടെക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എല്ലാം കിട്ടുമല്ലോ, ഈ പീലി പോലും വാങ്ങാൻ കിട്ടും, ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഈ കോവിഡ് സമയത്ത് മാസ്ക് ഇറങ്ങിയത് കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ചുണ്ടി തേക്കുന്ന സാമാനത്തിനാണ്. അത് നഷ്ടം വന്നു. കാരണം ഇത് തേച്ച് ആര് കാണാന്? അള്ളാന്റെ പണിയാണ്. ഇനി കണ്ണു മൂടേണ്ട അവസ്ഥ വരും. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, എന്നെ ഇത് തുറന്നു പറയുന്നതിന്റെ പേരിൽ പലർക്കും ഇഷ്ടമില്ല. എന്നെ പിന്നെ ഒരിക്കൽ വിളിച്ചാൽ പിന്നെ വിളിക്കുകയില്ല, വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മുസ്ലിം പെണ്ണാണ്. അല്ലാന്ന് നിങ്ങൾ പറയണ്ട, മുസ്ലിം പെണ്ണാണ്. അതിന്റെ പേരിൽ എന്റെ സഹോദരിമാർക്ക് എല്ലാം കൂടെ ദേഷ്യം ഉണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവർ ചിന്തിക്കുന്നുണ്ട് കിട്ടിയത് ഇങ്ങനെ ചവിട്ടി അങ്ങോട്ട് അരയ്ക്കാൻ വന്ന്. അങ്ങനെ ചിന്തിച്ചോളേൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ, നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളുണ്ട്. ഇപ്പൊ ഇത് ഇത്ര മാത്രം അങ്ങോട്ട് എടുത്തിട്ട് കുറെ സാധനങ്ങൾ ഞാൻ കമന്റ്സുകൾ നോക്കാറേ ഇല്ല. കാരണം നോക്കിയാൽ എന്തെങ്കിലും പറഞ്ഞു പോകും. എന്ത് നല്ല കാര്യം ചെയ്താലും കുറെ എണ്ണം അതിന്റെ ഒക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ എല്ലാം കാക്കാന്മാരാ. ഒരിക്കലും നമ്മൾ അമുസ്ലിമീങ്ങളെ കുറ്റം പറയേണ്ട. അവരുടെ പാട് നോക്കി ജീവിക്കുന്നവരാ. അവർക്ക് മുസ്ലിങ്ങളുടെ ഈ ആരാധനാലയങ്ങളും മുസ്ലിങ്ങളുടെ ശൈലിയും ഒന്നും അവർക്ക് അതിലൊരു വിഷയമല്ല. ഇവിടെ ഈ പരിസരത്ത് താമസിക്കുന്ന ഹിന്ദു സഹോദരങ്ങളാണ് പറഞ്ഞത് ഈ വർഷം ഇവിടെ വാഴന്നു വെക്കണോന്ന്. അല്ലേ സംഘാടകര്? അല്ലേ? ഏതാ വീട്? ഇതിന് തൊട്ടു മുമ്പിലുള്ള ഹിന്ദു സഹോദരങ്ങളുടെ വീട്ടുകാരാണ് സംഘാടകർ ഈ മക്കളോട് പറഞ്ഞത് വാഴ ഇവിടെ വെക്കണമെന്ന്. നമ്മുടെ ആക്കാമ്മയുടെ ജോലി എന്താ? പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു കൊടുക്കും. ഭയങ്കര വിളിയും ബഹളവും നടക്കുന്ന ആകെ പ്രശ്നമാണ്, പെട്ടെന്ന് പോലീസിനെ വിടാൻ പറയും. എത്രയോ സ്ഥലങ്ങളിൽ വാഴ പറഞ്ഞ് പകുതിയാകുമ്പോൾ പോലീസ് വരും. സംഘാടകർ എന്നിട്ട് പറയും, സാറേ ഒന്ന് രക്ഷപ്പെടുത്തണ, ഒരു അരമണിക്കൂറേ ഉള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ ആളുകളെ തന്നെ അങ്ങോട്ട് വിളിക്കുന്നത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ വരേണ്ടി വരുന്നതെന്ന് അവർ ചോദിക്കുന്നു. കോവിഡ് സമയത്ത് ജുമാ നിസ്കരിച്ചതൊക്കെ രസമാണ്. ഖത്തീബ് എന്ന് പറഞ്ഞാൽ കുത്തുപോകുന്നവർ. അപ്പൊ എല്ലാവരും ഖത്തീബന്മാരായി. അന്ന് വടിയൊക്കെ എടുത്ത് എല്ലാവരും ഖുത്തുബയൊക്കെ ഓതണം കണ്ട ചിലർ വടിയില്ലാത്തത് കൊണ്ട് ഒരു കൊടുവാളെടുത്ത് വെച്ചുകൊണ്ടെന്ന ഖുത്തുബോധിയത് കോവിഡ് സമയത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവരും ഖുത്തുബോധി ഇതൊക്കെ ഓതിക്കൊണ്ട് പള്ളികളിൽ തുറക്കാൻ അനുവാദം കിട്ടിയെങ്കിലും ആള് കൂടരുത് എന്ന ഡിമാൻഡ് വെച്ചപ്പോ ആളുകൾക്ക് ആവേശമായി. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ പുറത്ത് ആളുകളെ നിർത്തിയിട്ടാണ് അകത്ത് നിസ്കരിക്കുന്നത്, ജുമുഅ പോലും. കാരണം എന്താ? വിളിച്ചു പറഞ്ഞു കൊടുക്കും പോലീസിൽ. അതാ നമ്മുടെ നല്ല സ്വഭാവമാണ്. നമുക്ക് നല്ല സ്വഭാവമാണ്.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പറയാനുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട്. ഈ പ്രൊഫൈലൊക്കെ നോക്കുമ്പോ അത്രയും മുസ്ലിങ്ങളാണ് എല്ലാം ലോക്കാക്കി വെച്ചിരിക്കുന്ന പ്രൊഫൈൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എവിടെ ഉള്ളവനാണ് എന്നും ആരും അറിയരുത്. എന്നിട്ട് വാതോരാതെ മോശമായ വർത്തമാനം പറയാ. ആണത്വത്തോടെ ഞാൻ ഇന്ന നാട്ടിലുള്ളവനാണ്, എന്റെ ഫോൺ നമ്പർ ഇന്നതാണ്, നിങ്ങളുടെ ഈ നിലപാടിനോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് പറയാൻ ഒരുത്തനും ധൈര്യമില്ല. എന്തിനാണ് സുഹൃതങ്ങൾ? നിങ്ങൾ നോക്കതാ, ഇപ്പൊ ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇതിൽ വരുന്ന കമന്റ്സുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. വളരെ മോശമായിട്ടുള്ള കമന്റ്സുകൾ, എന്തെല്ലാം മോശമായ കമന്റുകൾ. ഒരു ദിക്ർ ചൊല്ലിക്കൊടുക്കുക, ഒരു ദിക്ർ പറഞ്ഞു കൊടുത്ത സദസ്സിരിക്കുന്ന ഉമ്മമാർക്ക് നിങ്ങൾ കിടക്കാൻ നേരത്ത് ഇന്ന ദിക്ർ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു കൊടുത്താൽ ഉടനെ അതിനെതിരെ കമന്റുകൾ. ഇതാണ് ഇപ്പോഴത്തെ ലോകം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാം, നിങ്ങൾക്ക് ചോദിക്കാൻ ആളുണ്ട്. ആരാ? ഇവിടത്തെ ഫെമിനിസ്റ്റുകള്, നിങ്ങൾക്ക് വേണ്ടി സ്ത്രീപക്ഷപാതികള്, ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോ, നിങ്ങൾക്കൊരു ദുഃഖം വരുമ്പോ, നിങ്ങൾക്കൊരു ഒരു ഏതെങ്കിലും നിലയിൽ ഒരു വേദന വരുമ്പോൾ ഇവരാരും ഉണ്ടാവൂല. അന്ന് നിങ്ങൾ കുറ്റം പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവര് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു പെണ്ണിങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ നല്ല അത്രയൊക്കെ മണക്കുക, നല്ല ഡ്രസ്സൊക്കെ, നല്ല തൂവെള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മണം, നല്ല ചെറുപ്പക്കാരെ നിൽക്കുക. പക്ഷേ അറിയുന്ന ആളുകൾക്കറിയാം ഇത് മലവും ചുമന്നുകൊണ്ടാണ് നിൽക്കുന്നത്. ആദ്യം ഒരു തുള്ളി ബീജം, പിന്നീട് ചീഞ്ഞു നാറുന്ന ശവം, ഇതിനിടയിൽ മലവും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മലവണ്ടി. ഇതല്ലേ മനുഷ്യൻ? അതുകൊണ്ട് അഹങ്കരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് വലാ തംശി ഫിൽ അർളി മറഹാ, ഒരിക്കലും നീ അഹങ്കാരത്തോടെ നടക്കല്ലേ, അഹങ്കാരത്തോടെ യാത്ര ചെയ്യല്ലേ സഹോദരാ. നീ പോകുന്നത് ഇബാദത്താണ് എന്ന ബോധത്തോടെ നാളെ മുതൽ യാത്ര ചെയ്യുക. എഴുന്നേൽക്കുമ്പോൾ നിന്റെ മനസ്സിൽ വരേണ്ടതല്ലാ, യാത്ര എന്ന ഇബാദത്തിനു വേണ്ടി ഞാൻ എഴുന്നേറ്റിരിക്കുകയാ. യാത്ര ആരംഭിക്കുമ്പോൾ നീ ചിന്തിക്കണം, പടച്ചവനെ ഞാനൊരു ഇബാദത്തിലാണല്ലോ എന്ന്. ആ ഒരു ഇബാദത്തിന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്തായി മാറാൻ അതിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അഹങ്കാരത്തോടെ നടക്കരുത് എന്നാണ്. ടൂ വീലർ ഓടിക്കുന്ന ചെറുപ്പക്കാരോട് പറയാ, എഴുതി വെച്ചിരിക്കുന്ന നെയിം ബോർഡ് നോക്കിയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കണ്ട. അത് അലങ്കാരമല്ല, അഹങ്കാരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. എന്തിനാ? ഇത് ഖുർആൻ പറഞ്ഞല്ലോ, അഹങ്കാരത്തോടെ നടക്കല്ലേ. ഇത് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ? യാത്ര പോകുമ്പോ പല പല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പല പല കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. പല പല കാര്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണേണ്ടി വരും. അവിടെ എത്തുമ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സൂറത്തുൽ ഫുർഖാൻ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുകയാണ്, വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമാ. സിനിമയുടെ പോസ്റ്റർ ഇട്ടിരിക്കുകയാ. തുണി ഉടുക്കാത്ത പെണ്ണിന്റെ പരസ്യ പലകയിലെ പെണ്ണിന്റെ പളപളുത്ത ശരീരം കാണുകയാ. ഇന്ന് അങ്ങനെയാണല്ലോ. അടിവസ്ത്രപ്പിരി പോലെ പരസ്യമതാ വലിയ ബോർഡിലാ വെച്ചിരിക്കുക. എന്നിട്ട് പറയുന്നു അപകടം പെരുകുന്നു എന്ന്. അപകടം പെരുകുന്നു എന്ന് പറയുന്നു. എങ്ങനെ പെരുകാതിരിക്കും? തുണി ഉടുക്കാത്ത പെണ്ണിന്റെ അടിവസ്ത്രപ്പിന്റെ പരസ്യം വലിയ ബോർഡ് വെച്ചിരിക്കുമ്പോ അതുവഴി വരുന്ന ചെറുപ്പക്കാർ അതിൽ വായും നോക്കി വരുമ്പോഴല്ലേ അപകടം നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപകടം ഇങ്ങനെ പെരുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം എന്താണെന്നറിയോ? ബക്കറ്റ് കാര്യമായിട്ട് വേണം പറയാം കേട്ടാ. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് ഞാൻ പറഞ്ഞെടുത്താൽ മതി. ബക്കറ്റ് കളക്ഷനിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലേ? ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഒരിക്കലും നമ്മൾ ഒരു അനിസ്ലാമിക അനാവശ്യ വസ്തുക്കളുടെ മുന്നിലൂടെ പോകുമ്പോ അതിനോട് നമ്മൾ താദാത്മ്യം പുലർത്തിയിട്ട് പോകാൻ പാടില്ല. മർറൂ കിറാമാ, പോകേണ്ടത് മാന്യന്മാരായിട്ടാ യാത്ര ചെയ്യേണ്ടത്. പോകുന്ന വഴിയരികിലെ പല രീതിയിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാം. അതെല്ലാം നോക്കിപ്പോയാൽ നിന്റെ നമസ്കാരം കസറാക്കാനുള്ള, നിന്റെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞ യാത്രയായത്
വേദന മാറാൻ കഴിയില്ല. യാത്ര എല്ലാ അർത്ഥത്തിലും ഇബാദത്താകണമെങ്കിൽ, യാത്രക്കാരന്റെ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ, അതുപോലെ അവന്റെ നമസ്കാരം പോലും കസറാക്കപ്പെടാൻ പറ്റണമെങ്കിൽ, അവൻ അല്ലാഹു വലിയ കൂലി കൊടുക്കുന്ന യാത്രയാകണമെങ്കിൽ അവന് ചെയ്യേണ്ടത് ഇദാ മർറോ ബില്ലഗവി മർറോ കിറാമാ, മാന്യനെ പോലെ നടന്നു പോകണമെന്ന. നിങ്ങൾക്കറിയോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്ത് അന്ന് ഹബീബായ നബി തങ്ങൾ ഒരിക്കല് ആട്ടിൻപറ്റങ്ങളെയും മേച്ച് നടക്കുന്ന സമയത്ത് അവിടെ ഒരു കല്യാണം നടക്കുന്നു. ആ കല്യാണത്തിന്റെ ഒരുപാട് കല്യാണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ കല്യാണങ്ങളിൽ ആർഭാടവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. അറേബ്യയിലെ ഏതോ ഒരു കല്യാണത്തിന്റെ ആ ദിവസത്തിലെ മനോഹരമായ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നബിതങ്ങൾക്ക് മോഹം വന്നത്രേ. അങ്ങനെ കൂട്ടുകാര് തലേ ദിവസം ആ കല്യാണത്തിന് പങ്കെടുത്ത കൊച്ചുകുട്ടികള്, ആ കുട്ടികൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ ആ വീട്ടിൽ കല്യാണത്തിന് പങ്കെടുത്തു, എന്ത് രസമായിരുന്നു, പാട്ടുണ്ട്, ആട്ടമുണ്ട്. ഇതെല്ലാം പറഞ്ഞപ്പോ റസൂലുള്ളാഹിനെ കാണണമെന്ന് കൊതി വന്നു. ആ സമയത്തെ ഹബീബായ നബി തങ്ങൾ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന സമയത്താണ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്തിയിരുന്ന സമയത്താണ്. ആ സ്ഥലമെത്തിയപ്പോലെ സഹോദരങ്ങളെ, ഒരു കൂട്ടുകാരന്റെ കയ്യിൽ ആട്ടിൻപറ്റങ്ങളെ ഏൽപ്പിച്ചിട്ടത് കാണാൻ വേണ്ടി പോയി. അല്ലാ റസൂലുള്ളാഹി തങ്ങളാ രാത്രി കിടന്നിറങ്ങുന്നു. രാവിലെ നേരം വെളുക്കുമ്പോഴാണ് കല്യാണത്തിന്റെ ആർഭാടം ആരംഭിക്കുക. അവിടുത്തെ ആട്ടും പാട്ടും ആരംഭിക്കുന്നത് രാവിലെയാണ്. രാത്രി കിടന്നിറങ്ങുന്ന പ്രവാചകൻ അള്ളാന്റെ ഹബീബ് മുഹമ്മദ് എന്ന കുഞ്ഞുബാലനെ അള്ളാഹു അങ്ങ് ഉറക്കിക്കളഞ്ഞില്ലേ. അള്ളാന്റെ ഹബീബ് അങ്ങ് ഉറങ്ങുകയാ, നന്നായിട്ട് ഉറങ്ങുകയാ. യാതൊരു ബോധവുമില്ലാതെ ഉറങ്ങിപ്പോയി. എപ്പോഴാണ് ഉണർന്നതെന്നറിയോ? സൂര്യന്റെ രശ്മികൾ തന്റെ ശരീരത്തെ വന്ന് പതിച്ച പോലെ ചാടി എഴുന്നേക്കുകയാ. അപ്പോഴേക്ക് പാട്ടും കൂത്തും അവസാനിച്ചിരുന്നു. അള്ളാന്റെ റസൂലിനെ സംരക്ഷിച്ചതാണ് അല്ലാഹു തആല. കാരണം ബാലചാപല്യം പോലും ഇല്ലാത്ത നിലയില് അള്ളാന്റെ ഹബീബ് അത്രയും സാദിഖായി അൽ അമീനായി മഅ്സൂമായി പ്രവാചകനെ അല്ലാഹു സംസ്കരിച്ചുകൊണ്ട് മഹത്തായ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി അല്ലാഹു മാറ്റുമ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ നടന്നു പോകുന്ന യാത്രകളിൽ കാണുന്ന അനിസ്ലാമിക പ്രവർത്തനങ്ങളെ നിങ്ങൾ കാണരുത്. ഒരിക്കലും നിങ്ങളുടെ യാത്രകളിൽ ആരോടും നിങ്ങൾക്ക് ഇതുപോലുള്ള അസഭ്യമായ പ്രവർത്തന ശൈലികൾ ഉണ്ടാകാൻ പാടില്ല. എന്നാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തരുന്ന യാത്രകളില്, ആ യാത്രകളിൽ ഉണ്ടായേക്കാവുന്ന പ്രാർത്ഥനകളുടെ ഇജാബത്ത് നഷ്ടപ്പെടുകയാ. ആരാധനകൾ അല്ലാഹു തആല ചുരുക്കിയിട്ട് കസറാക്കാൻ പറയുന്ന അവസ്ഥയിൽ അല്ലാഹു നിങ്ങളുടെ യാത്രകളെ പരിശുദ്ധമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണേ. പടച്ചവനതിന് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഖബർ എത്ര കൊല്ലം കൊണ്ട് കേൾക്കാൻ? അന്ന് വന്ന മലക്ക് തന്നെ എപ്പോഴും വരുന്ന മാറ്റമൊന്നും വന്നിട്ടില്ല. സിറാത്തും സ്വർഗവും നരകവും ഒക്കെ പണ്ട് നമ്മൾ കേട്ട അതേ അവസ്ഥ തന്നെ ഇപ്പോഴും ഉള്ളത്. എന്ന് സ്വർഗം കേട്ട് ഫാത്തിമ ബീവിയുടെ മരണവും ഖദീജ ബീവിയുടെ കല്യാണവും ആയിഷ ബീവിയുടെ രോഗവും കേട്ട് ആ കൊള്ളാം, പ്രസംഗം കൊള്ളാം, മാർക്കിട്ട് കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതിനപ്പുറത്ത് നമുക്ക് അത്യാവശ്യമായി പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിന്റെ വിഷയം തന്നെ ഒന്ന് എടുത്തു നോക്ക്. എന്തെല്ലാം കാര്യങ്ങൾ നിസ്കാരത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ നിസ്കാരം എന്നൊരു വിഷയം വെച്ച് ആരെങ്കിലും ഒരു വഴലേക്കാൻ വരൂല. ഖബർ വെച്ചാലോ എല്ലാരും വരും. കാരണം എന്താണ്? പേടിപ്പെടുത്തുന്നതും അതിനകത്ത് അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ നമുക്ക് താല്പര്യമാണ്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ളത് പറയുമ്പോൾ നമുക്ക് വലിയ മടിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്നും ചെയ്യുന്നൊരു കാര്യമാണ്, എന്ന് നമ്മുടെ ജീവിതത്തിലുള്ളതാണ് യാത്രകൾ. ആ യാത്രകളിൽ ഒന്ന്, അഹങ്കാരമില്ലാതെ നടന്നു പോവുക, എങ്കിലേ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂ. രണ്ട്, ആവശ്യമില്ലാത്തതൊന്നിലും നീ തലയിടാൻ പാടില്ല. ഇനി മൂന്നാമത്തത് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. മൂന്നാമത്തേത് എന്റെ ചെറുപ്പക്കാരോടുകൂടി ഞാൻ പറയാൻ, സംഘാടകർക്ക് ഇന്ന് വഴല് കേൾക്കാൻ പോലും പറ്റില്ല. കാരണം വന്നവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോ എന്താ അവർക്ക് കേൾക്കാൻ പറ്റില്ല.
അവർക്ക് പിന്നീട് കേൾക്കാനേ കഴിയുള്ളൂ, ലൈവ് ഉള്ളതുകൊണ്ട് പിന്നീട് കേൾക്കാം. നല്ല ചെറുപ്പക്കാരാ. ഞാന് നമ്മുടെ പറക്കാട് മഹല്ലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ചെറുപ്പക്കാരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഈ ശൈലി അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലേ, നല്ല പ്രവൃത്തിയാണ്. ഈ പ്രായമുള്ള ആളുകൾ വേണം, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങൾ നോക്ക്, പ്രായമുള്ള ഇബ്രാഹിം നബി, പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായ ഇസ്മായിൽ എന്ന നബിയുടെ കൈ പിടിച്ചപ്പോഴാണ് എന്തുണ്ടായത്? കഅബ ശരീഫ് ഉണ്ടായത്. പ്രായമുള്ള ഇബ്രാഹിം നബി ചെറുപ്പക്കാരനായ ഇസ്ഹാഖ് നബിയുടെ കൈ പിടിച്ചപ്പോഴാണ് എന്തുണ്ടായത്? ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടായത്. വയസ്സായ ആളുകൾ നിർദ്ദേശം കൊടുക്കണം, തലപ്പത്തിരിക്കണം, ചെറുപ്പക്കാരെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം. അൽഹംദുലില്ലാ, നല്ല ഒരു തലമുറ. 32 വർഷം, എത്രയായി? 33 എന്ന് പറഞ്ഞാൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 33 വർഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പ്രായം, നല്ല പ്രായം 33. അള്ളാഹു ഇത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീക്ക് തരട്ടെ. ചേർത്ത് നിർത്തണം. പിതാക്കന്മാര് ചെറുപ്പക്കാരെ, ഇതിന്റെ പ്രവർത്തകരെയൊക്കെ ചേർത്ത് നിർത്തണം. ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും മാതൃസ്ഥാപനം എന്ന് പറയുന്നത് മഹല്ലാണ്. ആ മഹലിനോട് ചേർന്ന് നിൽക്കണം. നമ്മൾ മരിച്ചാൽ നമ്മളെ കൊണ്ട് കിടത്താനുള്ളത് പള്ളിയിലാണ്. ആ പള്ളി നമ്മുടെ എല്ലാമാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഈ നാട്ടിലെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് പള്ളികൾ. അതുകൊണ്ട് പള്ളികളോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഈ പ്രവർത്തനത്തിനോടൊപ്പം നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. പള്ളിയുടെ കാര്യങ്ങളിൽ പരിപൂർണമായ പിന്തുണ കൊടുക്കണം. ഒപ്പം ഇതിന്റെ പ്രിയപ്പെട്ട വലിയ ആളുകളോട് പറയാനുള്ളത്, ഈ മക്കളെ ചേർത്ത് നിർത്തണം. കാരണം നാളത്തെ നമ്മളെ നയിക്കേണ്ടത് ഇവരാണ്. ഈ നാടിനെ നയിക്കേണ്ടത് ഇവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, വീട്ടില് പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ, പെണ്ണുങ്ങളും കുട്ടികളും വീട്ടില് കിടക്കുന്നില്ലായിരുന്നുവെങ്കിൽ, ഞാൻ ഇഖാമത്ത് കൊടുത്ത് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ചെറുപ്പക്കാരായ എൻ്റെ സഹാബികളോട് പറയുമായിരുന്നു, ആ വീടുകൾ ചെന്നിട്ട് തീ വെച്ച് നശിപ്പിക്കാൻ. പക്ഷേ അവിടെ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും ഉള്ളതാണ് അതിന് കാരണം, തടസ്സം എന്ന് പറഞ്ഞു. കാരണം എന്താ? പള്ളിയിൽ വരാതെ കുറെ എണ്ണം വീട്ടിൽ കിടക്കുന്ന കണ്ടപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞതാ. അപ്പൊ ആരെ വിടുവെന്നാ പറഞ്ഞത്? എൻ്റെ ചെറുപ്പക്കാരായ സഹാബാക്കളെ. ചെറുപ്പക്കാര് എല്ലാത്തിലും. BJPക്ക് യുവമോർച്ച, കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗിന് യൂത്ത് ലീഗ്, കമ്മ്യൂണിസ്റ്റിന് DYFI, അല്ലെ? എല്ലാത്തിനും എന്തുണ്ട്? യുവാക്കൾക്ക് പ്രത്യേക പ്രാതിനിധ്യം. സമസ്തക്ക് SYS, അല്ലേ? അപ്പൊ ഇത് യുവാക്കൾക്ക് വലിയൊരു സ്ഥാനം ഇസ്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞപ്പോ അതിൽ 5 എടുത്തും പറഞ്ഞത് ഷാബുൻ 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 ഷാബുൻ, യുവത 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 യുവത, അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് യുവാക്കളെ ചേർത്ത് നിർത്താൻ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ മാനിക്കാൻ എന്റെ പ്രിയപ്പെട്ട സംഘാടകരും ശ്രമിക്കണം. അള്ളാഹു ഈ ഒരു സൗഹാർദ്ദവും സഹകരണവും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം, 1, അഹങ്കാരത്തോടെ യാത്ര ചെയ്യരുത്. 2, ആവശ്യമില്ലാത്തടത്തൊന്നും നോക്കാനോ ഇടപെടാനോ പോകരുത്. ഇനി 3-മതായി നമ്മൾ ചെയ്യേണ്ടത്, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം ഒരു യാത്ര പോവുകയാ. ഞാനും പ്രവാചകനും സഹാബത്തും യാത്ര ചെയ്തു പോകുമ്പോൾ മഹാനായ മാഇസ് ബിൻ മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്തെത്തി. ആ സമയത്ത് ഞങ്ങളിൽപ്പെട്ട ഒരാള് വേറെ ഒരാളോട് പറഞ്ഞതെന്തെന്നറിയോ? ഈ കിടക്കുന്നതാരെന്നറിയോ? ഇന്ന ഹാദാ ലഹായിൻ, ഇതൊരു വിഡ്ഢിയുടെ ഖബറാണ്. അത്തന്നബിയ മിറാറാ, പലവട്ടം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നവനാണ്. കുല്ലു ദാലിക യർദുഹു, അപ്പോഴെല്ലാം റസൂൽ പോടാ പോടാ എന്ന് പറഞ്ഞ് തിരികെ വിട്ടവനാ. ഹത്താ ഖുതില കമാ യുഖ്തലുൽ കൽബു,
അവസാനം പട്ടിയെ കൊല്ലും പോലെ ഞങ്ങൾ അവനെ കൊന്നുകളഞ്ഞു. ഇതാരെ പറ്റിയാണ് പറഞ്ഞതെന്നറിയോ? ഒരു ദിവസം റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഒരു സഹാബി കടന്നു വരികയാ. പേര് മാഇസ് ബിൻ മാലികുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു എന്ന. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിർനി യാ ഹബീബല്ലാഹ്, എന്നെ ശുദ്ധിയാക്കണം നബിയേ, എന്നെ കഴുകണം നബിയേ, എന്നെ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം റസൂലേ. ചോദിച്ചു, എന്താ മാഇസേ? നബിയേ സനയിതു യാ റസൂലല്ലാഹ്, ഞാനൊരു പെണ്ണുമായി വ്യഭിചരിച്ചു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല മാഇസേ, ഇല്ല, നിനക്ക് തോന്നിയതാണ്, ചിലപ്പോ നീ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. അല്ല നബിയേ, അല്ല നബിയേ, അല്ല മാഇസേ, ചിലപ്പോ നീ ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടാകും. അല്ല റസൂലേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടു, പോയിട്ട് വാ. പിറ്റേ ദിവസം വീണ്ടും വന്നിട്ട് പറഞ്ഞു, യാ ഹബീബേ, എന്നെ ശുദ്ധിയാക്കണം, എന്നെ രക്ഷപ്പെടുത്തണം നബിയേ. അപ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പൊക്കോ മാഇസേ, പൊക്കോ. ഇല്ല നബിയേ, മൂന്നാം ദിവസവും വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തണം, ആഖിറത്തിൽ പോകാൻ എനിക്ക് പേടിയാ, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് പേടിയാ, അതുകൊണ്ട് ഇവിടെ വെച്ച് എനിക്ക് ശിക്ഷ തരണേ റസൂലേ, ഹബ്ബടിക്കണേ നബിയേ, എനിക്കെന്താണോ ശിക്ഷ അത് എനിക്ക് തരണം റസൂലേ എന്ന് പറഞ്ഞിട്ട് മാഇസ് വന്നതാ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇവനെ ശിക്ഷ വിധിക്കുക തന്നെ. അങ്ങനെ സഹോദരങ്ങളെ, അദ്ദേഹത്തിനെ കൊന്നുകളയുകയാ. അന്നത്തെ ഒരു ശിക്ഷാവിധിയാണ്, ഇസ്ലാമിന്റെ നിയമം അതാണ്. അങ്ങനെ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ഖബറിന്റെ അടുത്തെത്തി. ആ ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ പിൽക്കാലത്ത് ആ മനുഷ്യനെ ശിക്ഷിക്കുന്നതിന് കൂടെ നിന്ന ഒരാള്, അന്നില്ലാതിരുന്ന ഒരാളോട് പറയുകയാണ്, ഇന്നഹാദാ, ഈ ഖബർ ആരുടെ ഖബറാണെന്നറിയോ? ലഹായിൻ, ഒരു വിഡ്ഢിയായ മനുഷ്യന്റെ ഖബറാ. അത്തന്നബിയ മിറാറാ, പലവട്ടം റസൂലുള്ളാഹിന്റെ മുന്നിൽ അവന് വന്നതാ. കുല്ലുദാലിക യർദു, അപ്പോഴൊക്കെ റസൂലുള്ളാഹി അവനെ പറഞ്ഞു വിട്ടു. വീണ്ടും വീണ്ടും വന്നു. ഹത്താ ഖുതില കമാ യുഖ്തലുൽ കൽബു, പിന്നീട് നായ കൊല്ലപ്പെടും പോലെ ഈ മനുഷ്യനെ കൊല്ലപ്പെടേണ്ടി വന്നു. ഇത് അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കുകയാ. അറിയണേ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റ് ചെയ്തു പോയി എന്നതിന്റെ പേരിൽ ആരെയും ക്രൂശിക്കാൻ നിൽക്കരുത്. ഒരു തെറ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ ആരെയും ക്രൂശിക്കാൻ നിൽക്കരുത്. തെറ്റ് ചെയ്യുന്നവന് തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നേരെ കരങ്ങൾ ഉയർത്തിയിട്ട് പശ്ചാത്തപിച്ചു ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു, പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ചവന് പാപം ചെയ്യാത്തവനെ പോലെയാണെന്നല്ലോ. എന്നാൽ പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയവന്റെ പാപത്തിന്റെ പേരിൽ പിന്നെ ആരായാളെ ആക്ഷേപിക്കുന്നുവോ? റസൂലുള്ള പറഞ്ഞു, ആ തെറ്റിയവൻ ചെയ്യാതെ മരിക്കുകയില്ലത്രേ. നഊദു ബില്ലാഹ്, അല്ലാഹ് നമ്മളെ കാക്കട്ടെ, പടച്ചവൻ നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടൊരു തെറ്റ് ചെയ്ത ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം അതാണ്. യാത്ര പോകുമ്പോൾ 100,000 ആളുകളെ നമ്മൾ കാണും, പല അനുഭവങ്ങളുള്ള ആളുകളെ കാണും. ആ സമയത്തൊന്നും നമ്മൾ അവരെ ആക്ഷേപത്തിന്റെ വാക്കുകൾ പറയാൻ പാടില്ല. മാഇസ് ബിൻ മാലികുൽ അസ്ലമി എന്ന് പറയുന്ന മനുഷ്യന്റെ ഖബർ ചൂണ്ടിയിട്ട്, ഇവന് പമ്പര വിഡ്ഢിയാണ്, ഇവന് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് ഞങ്ങൾ അവനെ മാറ്റിയിട്ടും വീണ്ടും വന്ന് അവസാനം കൊല്ലപ്പെട്ടവനാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ആ സഹാബിയോട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വല്ലാതെ വിയർത്തു പോകുന്നൊരു രംഗമുണ്ടായി. യാത്രയുടെ സമയത്ത് ഈ അനുഭവം ഉണ്ടായ റസൂലുള്ള ഒന്നും മിണ്ടിയില്ല. കുറെ നേരം യാത്ര ചെയ്തു പോകുമ്പോൾ ചത്ത ഒരു കഴുതയെ കാണുകയാ. ഒരു കഴുത ചത്ത് കിടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. അതിലിങ്ങനെ പുഴുക്കൾ ഓടിക്കൊണ്ടിരിക്കുകയാ. അതിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാ. അതിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ വന്നുകൊണ്ട്
നടന്നുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ആ മനുഷ്യനോട് ഇത് പറഞ്ഞവനോട് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? കുൽ മിൻ ഹാദാ, ഇരുന്ന് തിന്നടാ ചത്ത കഴുതയെ നീ തിന്നടാ എന്ന് റസൂലുള്ള പറയുകയാണ്. ആലോചിക്കണം, ഒരു സഹാബിയോടാണ് പറഞ്ഞത്. ആ സഹാബി ചോദിച്ചു, മിൻ ജീഫത്തി ഹിമാരിൻ യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ തിന്നേണ്ടത് ചത്ത കഴുതയാണോ, ഈ ശവമാണോ ഞാൻ തിന്നേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പൊന്നുമോനെ, ഇതിനു മുമ്പ് നീ ഖബറിന്റെ അടുത്ത് വെച്ച് തിന്നത് ഇതിനേക്കാ ദുർഗന്ധമുള്ളതാ, ഇതിനേക്കാ നാറുന്നതാണ്, ചീഞ്ഞ നാറുന്നതാ. എന്നിട്ട് റസൂല് പറഞ്ഞു, നിനക്കറിയോടാ മായിസ് ഇപ്പൊ എവിടെയാണെന്ന്? ഇന്നഹു ഫീ നഹരിൻ മിൻ അൻഹാരിൽ ജന്നതി യതഗമ്മസ്. ഈ മായിസ് ബിൻ മാലിക് ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുകയും ഇവിടുന്ന് ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തപ്പോ മായിസ് ഇപ്പൊ എവിടെയാണെന്നറിയോ? ഇന്നഹു ഫീ നഹരിൻ മിൻ അൻഹാരിൽ ജന്ന, അടിവാരത്ത് അഴിവിയൊഴുകുന്ന സ്വർഗത്തിന്റെ തോപ്പിൽ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ അനുഗ്രഹീതമായ നദികളിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുകയാ അവൻ, ഇന്ന് അരുവികളിൽ ആറാടിക്കൊണ്ടിരിക്കുകയാ. മക്കളെ, ഇതാരെ പറ്റിയാണ് പറഞ്ഞത്? ഒരു വ്യഭിചാര സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെയ്തു പോയി, ചെയ്ത തെറ്റല്ലാന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞു പശ്ചാത്താപബോധത്തോടെ വന്ന് ഹബ്ബടി ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട അനുചരനെ പറ്റി പരാതി പറഞ്ഞ, അയാളെ പറ്റി പരദൂഷണം പറഞ്ഞവനെ ചപ്പ ശവത്തെ കഴുതയെ തിന്നാൻ കൊടുക്കുകയും എന്നിട്ട് ആ മരണപ്പെട്ട് കബറി കിടക്കുന്ന പാപിയായ മനുഷ്യന് സ്വർഗത്തിന്റെ അരുവികളിൽ കുളിക്കുകയാണ് എന്ന മനോഹരമായ ഏറ്റവും നല്ല വിശേഷണം കൊണ്ട് വിശേഷിപ്പിക്കുകയും ചെയ്തെങ്കിൽ, സഹോദരങ്ങളെ, യാത്രയിൽ പല അനുഭവങ്ങളും നമ്മൾ പറയാറുണ്ട്, ആളുകളെ പിച്ച് ചീന്താറുണ്ട്, ചെയ്തു പോയ തെറ്റിന്റെ പശ്ചാത്താപം അറിയാതെ നമ്മൾ അവരെ ആക്ഷേപിക്കാറുണ്ട്. അരുതരുതേ, നിങ്ങളുടെ യാത്രകളിൽ അല്ലാഹു ദുആ സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ യാത്ര നിസ്കാരം ജമ്മ് ചെയ്യാനും കസ്ർ ചെയ്യാനും പറ്റുന്ന നിലയിൽ ആ നമസ്കാര പുണ്യ ഇബാദത്ത് ആ യാത്ര ഇബാദത്തായി മാറണമെങ്കിൽ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യാത്രകളിലും മറ്റുള്ളവരെ പറ്റി തിന്നാൻ പാടില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഇതാണ്, മറ്റൊരാളെ പറ്റി നമ്മൾ ഒരു അക്ഷരം പറയാൻ പാടില്ല. ഇന്ന് ഒരു തെറ്റ് ചെയ്തവൻ, ആ തെറ്റ് ചെയ്തവര് ചിലപ്പോ അതിന്റെ വേദനയിൽ പടച്ചവനോട് കാര്യം പറഞ്ഞിട്ട് കൃത്യമായി പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് വല്ലതും അറിയോ? പൊട്ടന്മാര് നമ്മൾ ഇങ്ങനെ പറഞ്ഞു നടക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അയാളുടെ തൗബ അല്ലാഹ് സ്വീകരിച്ചു. എത്രത്തോളം അറിയോ? ഒരു തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന എന്താണെന്നറിയോ? ഒരു കാഫിറായ മനുഷ്യൻ മുസ്ലിമായാൽ സമൂഹത്തിൽ എന്ത് വിലയാവുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സമൂഹത്തിൽ എന്ത് വിലയാവും അയാൾക്കുള്ളത്? എല്ലാരും പറയും, ഉസ്താദേ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാ, ഭയങ്കര ബഹുമാനമാണ് അവരോട്, നമുക്ക് വലിയ ആദരവാണ് നമുക്കുള്ളത്. എന്നാൽ അള്ളാഹുവിന് ഇഷ്ടം ഒരു കാഫിർ മുസ്ലിം ആകുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം മുസ്ലിമായ ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കുമ്പോഴാണ്. എന്ന് വെച്ചിട്ട് നാളെ പോലെ കള്ളുപിടിക്കാൻ വേണ്ടിയുള്ള പ്രേരണയല്ല ഇത്. സാന്ദർഭികമായി സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തില് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ അള്ളാഹുവിനോട്, റബ്ബേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, ചോദിക്കാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, തെറ്റ് പറ്റിപ്പോയി, ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ, എനിക്ക് വിഷമമുണ്ട് അക്കാര്യത്തിൽ എന്ന് പറഞ്ഞു ഉള്ളുരുകി ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവന് അള്ളാഹു കൊടുക്കുന്ന അവന്റെ താല്പര്യം ഒരു കാഫിർ മുസ്ലിം ആകുന്നതിനേക്കാളാണ്. എന്തുകൊണ്ടെന്നറിയോ? കാഫിർ മുസ്ലിം ആകുന്നത് എങ്ങനെയാണ്? കാഫിർ അജാനിബാൻ, അന്യനാണ്. നമ്മൾ പറയില്ലേ അന്യ സമുദായക്കാർ. ആ അന്യനാകുന്ന അവസ്ഥയിൽ നിന്ന് അക്കാരിബിലേക്ക് അവൻ വരുന്നു, അന്യനല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അന്യ സമുദായം ഒന്നും പിന്നെ പറയില്ല. നമ്മൾ ആരും അങ്ങനെ പറയരുത്. പൊതുവിശ്വാസി അത് പറയരുത്. മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരൊക്കെ ഒരുപോലെ തന്നെ, നമ്മളെക്കാളും മഹത്വമാണ് അവർക്കുള്ളത്.
കാരണം നമ്മള് മുസ്ലിം ബാപ്പാടെ കുടുംബത്തിൽ മുസ്ലിം ഉമ്മാക്ക് പറഞ്ഞത് കൊണ്ട് മുസ്ലിമായി. അവരങ്ങനല്ല. ഇസ്ലാമിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി വിലയിരുത്തി ചിന്തിച്ച് ആലോചിച്ച് അവർ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ ഈ മനുഷ്യൻ അജാനിബ്, അന്യൻ എന്ന അവസ്ഥയിൽ നിന്ന് അന്യനല്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേർന്നു. പക്ഷേ ഖുർആനിൽ കാണാം, തൗബ ചെയ്യുന്ന ഒരു മനുഷ്യൻ അന്യനല്ലാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രേമഭാജനത്തിലേക്കാണ് എത്തിച്ചേരുക. യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തത്തഹിരീൻ. അള്ളാഹുവിന്റെ മെഹബൂബാവുകയാണ്. പശ്ചാത്തപിക്കുന്നവൻ അള്ളാഹുവിന്റെ മെഹബൂബാവുകയാണ്. അതുകൊണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് കരളുരുകി ദുആ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ നമ്മൾ ആ തെറ്റിന്റെ പേരിൽ പിന്നെ അയാളെ ഒന്നും പറയരുത്. പറഞ്ഞാൽ അള്ളാഹു ഈ തെറ്റ് നമ്മൾ ചെയ്യാതെ നമ്മൾ മരിക്കുകയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. അവരും റബ്ബുമായിട്ടായിക്കോട്ടെ. ഇത് നമ്മളെ യാത്രയിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്.